പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വാർത്തകളുടെ സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ഓരോ പ്രതിസന്ധികളെയും നമ്മൾ ധൈര്യപൂർവ്വം നേരിടണം. ആ പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കണം. അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രയത്നിക്കുന്നവർക്കാണ് വിജയം കയ്യെത്തിപ്പിടിക്കാനാവുക. അതിന് ഉദാഹരണമാണ് ഏറ്റവും പുതിയ വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ട മെക്സിക്കോയുടെ ഫാത്തിമ. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഫാത്തിമ ആ നേട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഫാത്തിമയുടെ ആ വിജയകഥ ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ പ്രേക്ഷകരെ, എന്താണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് ചോദിച്ചാൽ അതൊരൊറ്റ വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 2 മാസത്തിലധികമായി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത അപ്ഡേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം. SITയുടെ അന്വേഷണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള അറസ്റ്റ്, 6ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റേതായിരുന്നു. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഇനി ഏത് ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ SITയുടെ സംഘാംഗങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഏതാണ്ട് 12 മണിക്കൂർ നീളുന്ന പരിശോധനയാണ് നടത്തിയത്. അപ്പോൾ ആ പരിശോധനയിൽ ചില നിർണായക വിവരങ്ങൾ അവർ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ദേവസ്വം ബോർഡിനെയാണ് 8ാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്തായി എടുത്തിരുന്നത്. അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അങ്ങനെ അറസ്റ്റിലാവുകയായിരുന്നു. പക്ഷേ പത്മകുമാറിന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ട് എന്നതിന്റെ നിരവധി തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നതാണ്. ഇതിന്റെ കിങ് പിങ് തന്നെയാണ് പത്മകുമാർ എന്ന നിലയിലുള്ള വിവരങ്ങൾ SITക്ക് ഇതിനോടകം ലഭിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൃത്യവിലോപം ഉണ്ടായതല്ല, ഏതെങ്കിലും തരത്തിൽ അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്ത കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. അതിൽ പ്രധാന പങ്ക് പത്മകുമാറിനുണ്ട് എന്നതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നടത്തിയ അന്വേഷണം എത്രമാത്രം നിർണായകമായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് നിരവധി തെളിവുകൾ, സുപ്രധാന തെളിവുകൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള ഓഫീസ് കെട്ടിടത്തിലാണ് പ്രധാനമായും പരിശോധനകൾ നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനയാണ് SIT പ്രധാനമായും നടത്തിയിരുന്നത്. ആ പരിശോധനയിൽ അവർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചില ഇടപാടുകൾ, സാമ്പത്തിക ഭൂമി ഇടപാടുകൾ പത്മകുമാറിനുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഇടപാടുകൾ, എന്തൊക്കെ രേഖകളാണ് ലഭിച്ചത് എന്നത് വിശദമായി തന്നെ പരിശോധിച്ചാൽ നിർണായകമായ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്നതാണ് ഈ SIT കണ്ടെത്തിയ രേഖകൾ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം അന്വേഷിച്ചതും ഇന്നലെ ലഭിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. പോറ്റിയും പത്മകുമാറും ചേർന്ന് 2020, 21, 22 കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ SITക്ക് ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം വളരെ പ്രസക്തമാണ്. 2020, 21, 22, 2019 ആദ്യം ഈ ശബരിമലയിലെ സ്വർണം പുറത്തു കൊണ്ടുപോയി ഉള്ള തട്ടിപ്പ് നടക്കുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 20, 21, 22 കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. ഭൂമി ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. അത് ആറന്മുളയിലും തിരുവനന്തപുരത്തും ഒപ്പം പത്തനംതിട്ടയിലുമായിട്ടാണ് നടന്നിരിക്കുന്നത് എന്നതാണ് SITക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് SITക്ക് പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ SIT എന്തുകൊണ്ടാണ് അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു,
മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നത്. അതിനുശേഷം റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് SIT എത്തിയതെന്ന് ചോദിച്ചാൽ, SITക്ക് പത്മകുമാറുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പത്മകുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ കൃത്യമായ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നത്. പക്ഷേ പത്മകുമാറിനോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആവർത്തിച്ച് നിഷേധിക്കുന്ന സമീപനമാണ് പത്മകുമാർ സ്വീകരിച്ചിരുന്നത്. ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ ഇല്ല എന്നതാണ് പത്മകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ SITക്ക് വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തെളിവ് തേടി വീട്ടിലേക്ക് എത്തുന്നതും പരിശോധന നടത്തുന്നതും അത്തരം തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നതും. മാത്രവുമല്ല, SITക്ക് ലഭിച്ച പല വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് പ്രതികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ പല കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പത്മകുമാറുമായി ഉണ്ടായിരുന്ന ബന്ധം സംബന്ധിച്ചും അവർ തമ്മിലുള്ള അടുപ്പം സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ പത്മകുമാർ സമ്മതിക്കാത്തതുമായ കാര്യങ്ങളാണ്. അതിലാണ് ഇപ്പോൾ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നെന്ന് പോറ്റി SITയോട് പറഞ്ഞിരുന്നു. എന്നാൽ പത്മകുമാർ SITയോട് പറഞ്ഞത് ഇത് ഞാൻ ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടായിരുന്നു എന്ന കാര്യമാണ് പത്മകുമാർ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ അവിടെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു പത്മകുമാർ. അത് മറ്റ് ചിലരിലേക്ക് കൂടി വഴിതെളിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ തനിക്ക് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയുമായി അടുപ്പിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പത്മകുമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ ഇനി SIT കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോറ്റി പത്മകുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഈ ഇടപാടുകൾ സംബന്ധിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോറ്റി SITയോട് സമ്മതിച്ചിരുന്നതാണ്. പത്മകുമാർ സമ്മതിക്കാതിരുന്നതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ SITക്ക് ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി സ്വാഭാവികമായും തിങ്കളാഴ്ച കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. അങ്ങനെ കസ്റ്റഡി ആവശ്യം അംഗീകരിച്ചു കിട്ടുകയാണെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ചില മറ്റ് ഉന്നതരുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പത്മകുമാർ സൂചന ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അത് അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് പോലും വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള നിർദ്ദേശം, ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ആകാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, ഇതൊക്കെ ദേവസ്വം മന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അതുവഴിയാണ് അത്തരമൊരു നിർദ്ദേശം ലഭിച്ചത് എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഉന്നതരിലേക്ക് പോകുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരുന്നോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ ഈ അവസരങ്ങൾ ഒരുക്കി നൽകിയത് എന്ന കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. സ്വർണം വെട്ടി ചെമ്പ് എന്ന് വ്യക്തമാക്കി ആ തിരുത്ത് വരുത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്മകുമാർ സ്വമേധയാ ചെയ്തതാണോ അതോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ചെയ്തതാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ പത്മകുമാർ ഒരുക്കിക്കൊടുത്തത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരുക്കിക്കൊടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരം തട്ടിപ്പിന് വേണ്ടിയാണോ അതോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരുന്നോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി വിശദമായി അന്വേഷിച്ചറിയേണ്ടത്. അപ്പോൾ സ്പോൺസർ ആകാൻ സന്നദ്ധത അറിയിച്ച് ദേവസ്വം മന്ത്രിയെ നേരത്തെ സമീപിച്ചിരുന്നു എന്നത് പത്മകുമാർ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരുടെയെങ്കിലും സമ്മർദ്ദം പത്മകുമാറിനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ആ സമ്മർദ്ദം ചെലുത്തിയത്? അവരിലേക്ക് അന്വേഷണം എത്തണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ SIT തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. കസ്റ്റഡിയിൽ തിങ്കളാഴ്ച കിട്ടുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഈ ഘട്ടത്തിലും വലിയ വിധത്തിലുള്ള ന്യായീകരണം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കുറ്റാരോപിതൻ എന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മാത്രവുമല്ല സർക്കാർ കുറ്റക്കാർക്കൊപ്പം ഉണ്ടാകില്ല എന്ന സന്ദേശം നൽകുന്നു. അപ്പോൾ പതിവ് രീതിയിൽ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനുള്ളൊരു സമീപനമാണ് CPM ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്. ഇന്ന് വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറസ്റ്റ് CPMനെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന തരത്തിലാണ് ഇതിനോട് പ്രതികരിച്ചത്. വിജയരാഘവന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അതില് CPM പ്രതിരോധത്തിലാവട്ടെ കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഈ ഇന്നലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി
അതിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ദേവസ്വം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഇടപെടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ്. ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ ഏതന്വേഷണവും നടത്തുക, വേഗത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. അപ്പോൾ ഇതാണ് CPM, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് CPM ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത്. പക്ഷേ ഇത് മതിയാകുമോ എന്നത് കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ പാർട്ടികൾ അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഇതിലൊരല്പം മുൻപിട്ട് നിൽക്കുന്നത് BJP ആണ് എന്ന് പറയാതെ വയ്യ. ഏറ്റവും വലിയ ഗുണഭോക്താവ് ആകാൻ പോകുന്നത് BJP ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആവർത്തിച്ച് BJP നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണങ്ങൾ നൽകുകയാണ്. ജോർജ് കുര്യൻ ഇന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അത് കേന്ദ്ര സേനകൾ അന്വേഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ജോർജ് കുര്യൻ വിരൽ ചൂണ്ടിയത്. വേണമെങ്കിൽ കേന്ദ്രം സഹായിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 30 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നതുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. അപ്പോൾ BJP നേതാക്കളുടെ വിഷയത്തിലുള്ള പ്രതികരണം കൂടി കേൾക്കാം. സംഭവിച്ചതിൽ ഒരത്ഭുതവുമില്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളുമാണ്. അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണുണ്ടായി. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ 4.5 കിലോ സ്വർണ്ണക്കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമെന്ന്. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും പുറത്ത് ആക്കണം. അപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നതിലേക്ക് BJP നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോർജ് കുര്യൻ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജയകുമാറിനെ കൊണ്ടുവന്നത് അടവ് നയമാണെന്ന്. പക്ഷേ നോക്കൂ, ഈ തിരുത്തൽ നടപടി മാത്രമാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ജയകുമാറിനെ പോലെ ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവന്നത് നല്ലൊരു സന്ദേശമാണ്. എന്തായാലും അദ്ദേഹം അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് വന്ന ഉത്തരവിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം ഇനി ഒരു കുറിപ്പ് ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കാൻ പോകുന്നു യോഗത്തിൽ എന്ന കാര്യത്തിൽ അംഗങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി നൽകണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, പുതിയ പരിഷ്കാരങ്ങൾ ആയി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റിന്റെ അനുവാദമില്ലാത്ത ഒരു വിഷയവും ഇനി ബോർഡ് യോഗത്തിൽ പരിഗണനയ്ക്ക് വരരുത് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പത്മകുമാർ അംഗങ്ങൾ പോലും അറിയാതെയാണ് മിനിറ്റ്സ് തിരുത്തിയത് എന്ന കാര്യം വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ കോടതി തന്നെ ഈ മിനിറ്റ്സ് ഉൾപ്പെടെ ക്രമരഹിതമാണ് എന്ന വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മിനിറ്റ്സിന്റെ ക്രമീകരണം ശക്തമാക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു. ബോർഡ് ഒപ്പിട്ട് തരുന്ന തീരുമാനത്തിന്റെ മിനിറ്റ്സ് അടുത്ത ബോർഡ് യോഗത്തിൽ അത് സ്ഥിരീകരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ജയകുമാർ നൽകിയിരിക്കുകയാണ്. അതൊക്കെ ഒരു തിരുത്തൽ പ്രവൃത്തിയായി വേണം നമ്മൾ മനസ്സിലാക്കാൻ. വിഷയങ്ങൾ മുൻകൂട്ടി അറിയാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും എന്നതുകൊണ്ടാണ് അംഗങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവരെ മുൻകൂട്ടി അറിയിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ജയകുമാർ ഈ ഉത്തരവിൽ പറയുന്നത്.
ബോർഡ് മിനിറ്റ്സിൽ അംഗങ്ങൾ പോലും അറിയാതെ തിരുത്തൽ വരുത്തിയ സാഹചര്യത്തിലാണ് ഇനി അത് എന്തൊക്കെയാണ് മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയതെന്നത് പിന്നീട് അടുത്ത യോഗത്തിൽ സ്ഥിരീകരിക്കണമെന്നൊരു നിർദ്ദേശം കൂടി വരുന്നത്. അപ്പോൾ അതാണ് ഇനി പോസിറ്റീവായി നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ നിയമിതനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ അതവിടെ നടന്നു വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യം വേണ്ടത് അന്വേഷണം, ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള തിരുത്തൽ പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുന്നു. ആ രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേസമയം ഇതുവരെ നടന്നത് വലിയ മോശം സംഭവങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദേവസ്വം ബോർഡിനെ നയിക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് കരുതിക്കുട്ടി ബോധപൂർവം അവിടെ ഒരു കളവിന് വഴിയൊരുക്കിയത്, കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കുറ്റക്കാർ ഇവിടെ മാത്രം ഒതുങ്ങുമോ, ഇതിന് മുകളിലേക്ക് ആളുകൾ ഉണ്ടോ, ഇനിയും ഉന്നതർ കുടുങ്ങാനുണ്ടോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വഴിയെ അക്കാര്യങ്ങൾ ബോധ്യമാകും. എന്തായാലും തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് SIT നടത്തുന്ന ചോദ്യം ചെയ്യൽ, കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ SIT നടത്തുന്ന ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായി മാറും. ദുബായിലെ എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ച സംഭവം വലിയ ആഘാതമാണ് രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. ഒരു പൈലറ്റിന്റെ ദാരുണമായിട്ടുള്ള മരണം, അതിന്റെ വലിയ ദുഃഖം രാജ്യം പേറുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, അങ്ങനെ ഒരു ലോകം തന്നെ ശ്രദ്ധിക്കുന്ന എയർ ഷോയിൽ ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ച യുദ്ധവിമാനം തകർന്നു വീണ സംഭവം അല്പം പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയും രാജ്യത്തെ സംബന്ധിച്ച് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത വിമാനമാണ്. അപ്പോൾ അതിനുണ്ടായ ഒരു തകർച്ച എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമാണ്. എന്തായാലും വ്യോമസേന അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ നടപടികൾ കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക, അതിൽ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നത് മനസ്സിലാക്കുക എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയോ മറ്റു സാധ്യതകളോ ഉണ്ടോ എന്നതിന്റെ വിശദമായ പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. പ്രതിരോധ മന്ത്രി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. പ്രധാനമന്ത്രി ഇവിടെയില്ല, G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പോൾ ഈ സംഭവം ഇന്നലെ ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് 2:15 അപ്പോൾ അതിനുശേഷം ഈ വിഷയങ്ങൾ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് രാജ്യം ഈ അപകടത്തെ നോക്കിക്കാണുന്നത്. അതേസമയം ഈ മരിച്ച വിംഗ് കമാൻഡർ നമൻ ഷാലിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തിക്കും, ബന്ധുക്കൾക്ക് കൈമാറും. ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം, അവിടേക്ക് കൊണ്ടുപോകും എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അപ്പോൾ എന്താണ് ഇതുണ്ടാക്കിയിട്ടുള്ള ആഘാതം, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, തേജസിന്റെ അപകടമുയർത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശിക സമയം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:15 ഈ അൽ മക്തൂം വിമാനത്താവളത്തിന് സമീപം ഈ അപകടം നടക്കുന്നത്. ഈ അപകടത്തിന് മുൻപ് അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി 2 തവണ തേജസ് ആകാശത്ത് റോൾ ഓവർ ചെയ്തിരുന്നു. 3ാം തവണയും റോൾ ഓവർ ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ഇതൊക്കെ നേരത്തെ തന്നെ അതിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ദൃശ്യങ്ങൾ ഈ അപകടത്തിന്റെ ഏറ്റവും അടുത്ത് നിന്ന് വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിലെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, എയർ ഷോയുമായി ബന്ധപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ അവിടെ എയർ ഷോ കാണാൻ ഉണ്ടായിരുന്നു. ഇത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള നിരവധി പേർ ഇത്തരം ചിത്രീകരണങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി നൽകുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതാണിപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താം.
ആ ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. മൂന്നാമത് റോൾ ഓവറിന് ശ്രമിക്കുമ്പോഴാണ് ഈ വിമാനം ഇങ്ങനെ ചലിപ്പിക്കാൻ, അതായത് കരണം മറിയിക്കാനുള്ള മൂന്നാമത്തെ ശ്രമം. ആ മൂന്നാമത്തെ റോൾ ഓവറിന് ശ്രമിക്കുമ്പോഴാണ് വിമാനം തകർന്ന് വീഴുന്നത്. ഈ മറ്റ് പ്രദർശനത്തിലുള്ള ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നതിന് ഏതാണ്ട് 2 കിലോമീറ്ററോളം അപ്പുറത്താണ് വിമാനം വന്ന് പതിച്ച് വലിയൊരു തീഗോളമായി മാറുന്നത്. അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. അല്ലായിരുന്നുവെങ്കിൽ ഈ അപകടത്തിൻ്റെ ആഘാതം വളരെ വലുതായേനെ എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും 1986 മുതൽ നടക്കുന്നതാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർ ഷോയാണ് ദുബായിൽ നടക്കുന്ന എയർ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി പേർ ഇത് കാണാനും ഒക്കെയായി എത്തിയിട്ടുണ്ടായിരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നവംബർ 17-ന് തുടങ്ങിയ എയർ ഷോയാണ്. നേരത്തെ തേജസിന്റെ പ്രകടനങ്ങളൊക്കെ വലിയ രീതിയിൽ അഭിനന്ദിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ഒരു വിംഗ് കമാൻഡർ, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വിംഗ് കമാൻഡറാണ് നമൻ ഷാമിൻ്റെ ജീവൻ അതിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വ്യോമസേന ഒരു പ്രത്യേക സമിതിയെ തന്നെ അന്വേഷണത്തിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ദുബായ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവരം. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാര്യങ്ങൾ തന്നെ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്നതിന്റെ വിശദമായ പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വ്യോമസേന എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ എയർ ഷോ നടക്കുന്നതിനിടയിൽ തേജസിൽ എണ്ണച്ചോർച്ചയുണ്ടായി എന്നത് സംബന്ധിച്ചൊക്കെ ചില വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് വ്യാപകമായ അത്തരം പ്രചരണങ്ങൾ ഉണ്ടായതോടുകൂടി തന്നെ അത് കളവാണ് എന്ന തരത്തിൽ വ്യോമസേന തന്നെ വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിലേതെങ്കിലും തരത്തിൽ അട്ടിമറിയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. മാത്രവുമല്ല, നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 195 രാഷ്ട്രങ്ങൾ ഉള്ളതിൽ വളരെ ചുരുക്കം രാഷ്ട്രങ്ങൾ മാത്രമാണ് തദ്ദേശീയമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ ചുരുക്കം രാഷ്ട്രങ്ങളുടെ ഇടയിലേക്ക് ഇന്ത്യക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ സാധിച്ചത് തേജസ് തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഉടലെടുത്തതോടു കൂടിയാണ്. HAL ആണ് തേജസിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നടപടിയാണ്. നമുക്കറിയാം, ഇതിൽ സ്വയം പര്യാപ്തത നേടുക എന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ്. പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് തദ്ദേശീയമായിട്ടുള്ള ഇത്തരം നിർമ്മിതിയിലേക്ക് രാഷ്ട്രം കടന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആയുധ ആവശ്യങ്ങൾക്കായി മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്. അവിടെ അതിന് ഒരു മങ്ങലേൽപ്പിക്കുമോ ഈ അപകടം തുടങ്ങിയ ആശങ്കകളാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അതൊക്കെ അനാവശ്യമാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് പല വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല വിദഗ്ധരും പറയുന്നത്. അത്തരം ആശങ്കകൾ അനാവശ്യമാണ് എന്നതാണ്. ഇത്തരം സാധ്യതകൾ വളരെ ചുരുക്കമാണ് എങ്കിൽ പോലും ഇത്തരം ഷോകൾക്കിടയിലൊക്കെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ സാങ്കേതികമായ മറ്റ് വിഷയങ്ങളുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് ഒരു കളങ്കമായോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്കായോ മാറുകയില്ല. ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനത്തിന് ഏതെങ്കിലും തരത്തിൽ കളങ്കമാകുകയില്ല, യശസ്സിന് യാതൊരു തരത്തിലും കുറവ് വരുത്തില്ല തുടങ്ങിയ വിലയിരുത്തലുകൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിന്റെ വിവരങ്ങൾ പൂർണ്ണമായും അന്വേഷണത്തിലൂടെ പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലിലേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. 2 തവണ മാത്രമാണ് ഈ തേജസ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഒരു പരീക്ഷണ പറക്കലിനിടെയുണ്ടായ അപകടം കഴിഞ്ഞതിന് ശേഷം 2003 ആദ്യം തേജസ് വിമാനം പറന്നുയർന്നത്. തേജസ് എന്ന പേര് ഈ വിമാനത്തിന് ലഭിക്കുന്നത് 2003 പക്ഷേ 24 വർഷത്തിനിടയിൽ രണ്ടാമത്തെ അപകടം മാത്രമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ജയ്സാൽമേറിലാണ് ഇതിനു മുൻപ് ഒരു അപകടം ഉണ്ടായത്. അത് 2024 മാർച്ച് 12 ആദ്യമായി ജയ്സാൽമേറിൽ വെച്ച് പരിശീലന പറക്കലിനിടയിൽ ഒരു തേജസ് വിമാനം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് പക്ഷേ പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു.
ഇത്തവണ പൈലറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നതാണ് ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നത്. നേരത്തെ ഒരു തവണ മാത്രമാണ് ഇത് അപകടത്തിൽപ്പെട്ടത് എന്നത് നമ്മൾ കാണണം. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 നവംബറിലാണ് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച തേജസിൽ യുദ്ധവിമാനത്തിൽ അദ്ദേഹം പറന്നത്. അത് ഒരു സന്ദേശം കൂടിയായിരുന്നു. യുദ്ധവിമാനത്തിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നേട്ടം അദ്ദേഹം സ്വന്തമാക്കുകയും അതൊരു വലിയ സന്ദേശമായി മാറുകയും ഒക്കെ ചെയ്തതാണ്. അതിന് തേജസാണ് തിരഞ്ഞെടുത്തത്. അത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനം എന്ന നിലയിലാണ് അതിനെ തിരഞ്ഞെടുത്തത്. യുദ്ധവിമാനത്തിൻ്റെ ട്രെയിനർ പതിപ്പിലാണ് ജി സ്യൂട്ടൊക്കെ ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അന്ന് പറന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് തിരിച്ചടിയല്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പല കോണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോഴും പോലും HALന് അവരുടെ ഓഹരി വിപണിയിൽ വലിയ തിരിച്ചടി ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. അസ്ഥിരത കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ഓഹരി വിപണിയിൽ HAL അസ്ഥിരത നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ സംഭവം അതൊരു വലിയ ആഘാതമായി തന്നെ മാറുന്നു. ഈ HAL ഓഹരിയുടെ വ്യാപാരം 4593 അടുത്തേക്ക് താഴ്ന്നൊരു സാഹചര്യം ഈ സംഭവത്തോടു കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം നടന്ന് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോഴായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തതകൾ ഉണ്ടാവുക. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അഭിമാനമാണ് തേജസ് എന്ന തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഈ യുദ്ധവിമാനം. അതിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ കൂടുതൽ പരിശോധനകൾ, അന്വേഷണങ്ങൾ ഇപ്പോൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പ്രേക്ഷകരെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായി ആവർത്തിച്ച് കാണുന്ന ഒരു സീരീസ് ഓഫ് വാർത്തകൾ എന്ന് പറയുന്നത് തരൂർ മോദിയെ പുകഴ്ത്തുന്നു, അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. തരൂർ BJPയിലേക്കോ എന്ന സംശയം ഉന്നയിക്കുന്നു. അപ്പോൾ തരൂർ വിശദീകരണവുമായി വരുന്നു. കുറച്ച് കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് അവഗണിച്ച് തള്ളുന്നു. പിന്നെയും ഇതിന്റെ ആവർത്തനം ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരം ചർച്ചകൾ തരൂർ കൂടുതൽ ആസ്വദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഏറ്റവും ഒടുവിലത്തെ മോദി പ്രശംസ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് അവഗണിച്ച് തള്ളിയ സമയത്ത് ഇപ്പോൾ വീണ്ടും ഒരു പരോക്ഷമായിട്ടുള്ള ഒളിയം പെയ്തിരിക്കുകയാണ് തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ. അത് അങ്ങ് അമേരിക്കയിലേക്ക് നോക്കിയാണ്. അമേരിക്കയിൽ നിയുക്ത ന്യൂയോർക്ക് മേയർ മംദാനി ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെയും ഇങ്ങനെ വേണം എന്ന അർത്ഥത്തിൽ തരൂർ പറയുന്നത്. ഞാൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് തരൂർ പറയുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി നോക്കിയാൽ, ഈ മംദാനി ട്രംപിന്റെ വലിയ വിമർശകനാണ്. അതേപോലെ തന്നെ ട്രംപിന് കണ്ടെടുത്താൽ ആളാണ് മംദാനി. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നതാണ് മംദാനിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നത്. മംദാനിയെ എങ്ങനെയെങ്കിലും തോപ്പിക്കണമെന്ന് പറഞ്ഞ് ട്രംപ് പഠിച്ച പണി 18 നോക്കിയതാണ്. അവിടത്തേക്കുള്ള ഫെഡറൽ ഫണ്ട് നിർത്തിവെക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയതാണ്. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. വലിയ ഭൂരിപക്ഷത്തിൽ മംദാനി ജയിച്ചു. മംദാനി നിയുക്ത മേയറായി ഇപ്പോൾ ട്രംപിനെ കാണാൻ ചെന്നപ്പോൾ ട്രംപ് പറഞ്ഞതൊക്കെ മറന്നു. ഇനി അങ്ങോട്ട് എല്ലാ വിധത്തിലും യോജിച്ചു പോകുന്നതിൻ്റെ ഒരു സന്ദേശം നൽകുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസിനെ ഒന്നുകൂടി പ്രകോപിപ്പിക്കാനും ഒളിയം പെയ്യാനും തരൂർ തെരഞ്ഞെടുത്ത മാർഗമെന്ന് വേണം കാണാൻ. അപ്പോൾ ട്രംപ് ഇന്നലെ മംദാനിയെക്കുറിച്ച് പറഞ്ഞത്, നല്ല മനുഷ്യനാണ്, ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പോകും, ഞാൻ എല്ലാ വിധത്തിലും സഹായവുമായി ഒപ്പമുണ്ടാകും. മംദാനിയെ മേയറായി തെരഞ്ഞെടുത്താൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞ ട്രംപ് മംദാനി മേയറായ ന്യൂയോർക്കിൽ താമസിക്കാൻ താൻ അഭിമാനിക്കുന്നു എന്നുള്ളവരെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതാണ് ഒരു ജനാധിപത്യത്തിന്റെ മോഡൽ എന്നതാണ് ഇപ്പോൾ തരൂർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇന്ത്യൻ വംശജൻ കൂടിയാണ് മംദാനി എന്നത് ഓർക്കണം. ട്രംപിന്റെ വലിയ വിമർശകനാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളിൽ യോജിച്ചു പോകാനുള്ള ഒരു നീക്കം ഇരു നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. ന്യൂയോർക്ക് നഗരം നേരിടുന്ന പ്രശ്നങ്ങളിൽ ട്രംപുമായി സഹകരിക്കുമെന്ന് മംദാനിയും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. മംദാനിക്ക് വൻ പ്രശംസയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മംദാനിയുടെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും മംദാനി ന്യൂയോർക്കിന്റെ വളരെ നല്ല ഒരു മേയർ ആയിരിക്കുമെന്ന പ്രതീക്ഷ ട്രംപ് പറഞ്ഞു. ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു എന്ന് മംദാനിയും പറയുന്നു. അപ്പോൾ തരൂർ ഈ വിഷയത്തിൽ ഇങ്ങനെ അവരുടെ കൂടിക്കാഴ്ചയുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് തരൂർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് എന്ന കുറിപ്പോടുകൂടിയാണ് ട്രംപിന്റെ ഈ പോസ്റ്റ്.
തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ നിലപാടിന് വേണ്ടി വാക്പോരിന് യാതൊരു കുറവും ഇല്ലാതെ ആവേശത്തോടു കൂടി തന്നെ ഏറ്റുമുട്ടണം. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കണം. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്റേതായ പങ്കുവഹിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്ന് തരൂർ എക്സിൽ കുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നതാണ് തരൂർ പറയുന്നത്. അതിനാണ് താൻ ശ്രമിക്കുന്നത് എന്നതാണ് തരൂർ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാകാത്തവരാണ് അതിനെ എതിർക്കുന്നത് എന്നതാണ് തരൂർ പറഞ്ഞു വെക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ വിമർശിച്ച് അടുത്തിടെ കോൺഗ്രസിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന മോദിയുടെ ഒരു പ്രസംഗം ട്വീറ്റ് ചെയ്തുകൊണ്ടാണ്, അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് തരൂർ വീണ്ടും വിവാദങ്ങളിൽ ഇടം നേടിയത്. അതിന്റെ അവസാനത്തെ സാഹചര്യം എന്താണെന്ന് നോക്കിയാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച രാംനാഥ് ഗോയങ്ക പ്രഭാഷണ പരമ്പരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നത്. സാമ്പത്തിക വീക്ഷണമുള്ളതും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ ആഹ്വാനം നടത്തുന്നതുമായിരുന്നു മോദിയുടെ പ്രസംഗം എന്നതാണ് തരൂർ ഇതിൽ വ്യക്തമാക്കിയിരുന്ന കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി അവിടെ നടത്തിയത്. അവരെ മാവോയിസ്റ്റുകളാക്കിയും അർബൻ നക്സലുകളാക്കിയും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. മാത്രവുമല്ല, അടിമത്ത മനോഭാവത്തിൽ നിന്ന് രാഷ്ട്രം ഇതുവരെ വിമുക്തമായിട്ടില്ല എന്ന കാര്യം സൂചിപ്പിക്കുകയും ഇനി 10 വർഷം അതിനുവേണ്ടി ശ്രമിക്കും എന്ന കാര്യം പറയുകയും ചെയ്തു. കാരണം മെക്കാളെയൊക്കെ ഉണ്ടാക്കിയ അടിമത്ത ബോധത്തിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു പരാജയമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി അവിടെ പറയുന്നത്. ഇനിയുള്ള 10 വർഷം കൊണ്ട് ആ മനോഭാവം തുടച്ചു നീക്കണമെന്നത് പ്രധാനമന്ത്രി പറയുന്നു. തരൂർ വേദിയിലിരിക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ അതിനെ അന്ന് അവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു തരൂർ. അതിനുശേഷം അതിനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുന്നു. ആ രീതി എന്ന് പറയുന്നത് അമേരിക്കയിലെ രീതിയാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്നാണ് തരൂർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. തരൂർ തന്നെ നേരത്തെ അതിൽ പ്രശംസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രശംസിക്കുക മാത്രമല്ല ചെയ്തത്, ഗോയങ്ക എങ്ങനെയാണ് ഇംഗ്ലീഷിനെ ഉപയോഗപ്പെടുത്തിയത്, ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിക്കണമെന്ന ഒരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിരൽ ചൂണ്ടൽ കൂടി അതിലുണ്ടായിരുന്നു. അതൊന്നും മാധ്യമങ്ങൾ കണ്ടില്ല. എല്ലാം വിമർശന വിധേയമാക്കുകയാണ്, താൻ പ്രശംസിക്കുകയായിരുന്നില്ല എന്നൊക്കെയാണ് തരൂർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. പക്ഷേ നമുക്കറിയാം, പല കോൺഗ്രസ് നേതാക്കളും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. BJP ആക്രമണമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തരൂർ നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം എന്താണ് എന്നത് വെച്ചാൽ ഇനി ആരും ഇതിൽ പരസ്യമായി യാതൊരു പ്രതികരണവും നടത്തരുത് എന്നതാണ്. എല്ലാ തവണയും ചെയ്തതുപോലെ ഇതിനെ അവഗണിച്ച് തള്ളുക എന്നതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന സമീപനം. ആ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒരു സാഹചര്യത്തോട് ഉപമിച്ചുകൊണ്ട് തന്നെ ന്യായീകരിക്കാനും കോൺഗ്രസിനെ ഒളിയം വെയ്യാനും തരൂർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാൻ തരൂർ ആഗ്രഹിക്കുന്നു. അത് ചർച്ചയാക്കാനും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ വിശദീകരണം നൽകാനും തന്നെ ന്യായീകരിക്കാനും ഓരോ കാരണങ്ങൾ തരൂർ കണ്ടെത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പതിവ് പോലെ ഇതും നേതാക്കൾ അവഗണിച്ച് തള്ളുന്നു എന്നത് വേണം നമ്മൾ കാത്തിരുന്ന് കാണാൻ. കോൺഗ്രസ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ ഇടയില്ല. ഇനി അപ്പോൾ എന്താണ് തരൂരിന്റെ മുന്നിലുള്ള മാർഗം എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യം. കടലിനും ചെകുത്താനും നടുക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ് യുക്രൈന് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കുള്ളത്. ഇത്രയും നാൾ റഷ്യയോട് യുദ്ധം ചെയ്യാൻ അമേരിക്കയുടെ സഹായം യുക്രൈന് ധാരാളം ലഭിച്ചു. ആയുധമായും പണമായും ഒക്കെ സഹായം ലഭിച്ചു. റഷ്യയോട് അവർ 3 വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് അതൊക്കെ മറന്നിരിക്കുകയാണ്. ട്രംപ് പുടിന് വേണ്ടി ഒരു കരാർ തയ്യാറാക്കി അത് അംഗീകരിക്കണം എന്ന വലിയ സമ്മർദ്ദം യുക്രൈന് മേൽ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നൽകിയിരിക്കുന്നത് വെറും ഒരാഴ്ചത്തെ സമയമാണ്. ആ ഒരാഴ്ചത്തെ സമയത്തിനുള്ളിൽ യുക്രൈന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു കരാറിൽ എഗ്രിമെന്റിൽ ഒപ്പിടണം എന്നതാണ് ട്രംപ് സെലൻസ്കിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ സെലൻസ്കി എന്ത് ചെയ്യും എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സെലൻസ്കി ആ കരാറിൽ 28 കരാറിൽ ഒപ്പിടുമോ? ഒപ്പിടാതെ മറ്റെന്തെങ്കിലും മാർഗം സെലൻസ്കിക്ക് മുന്നിൽ ഉണ്ടോ?
റഷ്യയ്ക്ക് മുന്നിൽ അടിയറവ് വെക്കുന്നതിന് തുല്യമാണ് ഈ കരാർ എന്നതാണ് യുക്രൈൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത്. അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറാണ്. അപ്പോൾ അതിൽ ഒപ്പിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നത് സെലൻസ്കിക്ക്. ഇനി കൃത്യം ഒരാഴ്ചത്തെ സമയം, ആ അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഈ കരാറിൽ ഒപ്പിടുന്നതിലേക്ക് എത്തണം എന്ന ഒരു സമ്മർദ്ദം അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈന് മേൽ. അപ്പോൾ ആ സമ്മർദ്ദത്തിന് യുക്രൈൻ വഴങ്ങുമോ? എന്താണ് യുക്രൈന് മുന്നിലുള്ള പോംവഴി എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സെലൻസ്കി നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളിൽ ഈ 28 കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സൈനിക ശക്തി കുറയ്ക്കണം, 100 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ്. ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്നത് പോലും സംശയമുള്ള കാര്യങ്ങളാണ്. അത് അംഗീകരിക്കണമെന്ന വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ട്രംപ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമാധാന പാക്കേജിന്റെ കരട് ലഭിച്ച ശേഷം ആത്മാർത്ഥമായി തങ്ങൾ സഹകരിക്കും എന്ന കാര്യമാണ് സെലൻസ്കി പറഞ്ഞിരുന്നത് എങ്കിൽ പിന്നീട് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റുമോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ ഇതിന്റെ ഉള്ളടക്കങ്ങളിലുണ്ട്. അതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന ആശങ്കയിൽ യുക്രൈനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. വിവാദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. റഷ്യ ഇതിനോടകം പിടിച്ചെടുത്തതും റഷ്യ പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചതുമായ സ്ഥലങ്ങൾ വിട്ടു നൽകണം എന്ന വളരെ വിചിത്രമായ നിർദ്ദേശമാണ് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യം വളരെ പ്രധാനമാണ്. ഡൊണസ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, കിവിവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം എന്നത് യുക്രൈനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. മറ്റൊന്ന് സൈനിക പരിധിയുമായി ബന്ധപ്പെട്ടാണ്. ഈ രാഷ്ട്രങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ കിഴക്കൻ ഡൊണസ്ക്, ലുഗാൻസ്ക്, ക്രീമിയ എന്നിവ വാസ്തവത്തിൽ റഷ്യൻ പ്രദേശമെന്ന് US അംഗീകരിക്കുന്ന പോലും ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. സൈനിക പരിധി കുറയ്ക്കണം എന്നതാണ്. സൈന്യത്തിന്റെ അംഗബലം 9 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമായി കുറയ്ക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല റഷ്യയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ പോലും കൈവശം വെക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പോലും ഇതിലുണ്ട്. നാറ്റോ അംഗത്വമാണ്. നാറ്റോ അംഗത്വം ഒരിക്കലും നൽകില്ല എന്നൊരു കാര്യം ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അത് ഭരണഘടനയിൽ എഴുതി ചേർക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തണം, 100 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന നിർദ്ദേശം. അപ്പോൾ യുക്രൈനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതേസമയം റഷ്യയെ സംബന്ധിച്ച് വലിയ ലോട്ടറി അടിക്കുന്ന പോലെയുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. വലിയ സാമ്പത്തിക നേട്ടം റഷ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം, G കൂട്ടായ്മയിലേക്ക് തിരികെ ക്ഷണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയ വലിയ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ, വളരെ ഈസിയായി എത്തിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. സുരക്ഷാ ഗ്യാരണ്ടി പോലും ഇല്ലാതെയാണ് ഇത്തരം നിർദ്ദേശങ്ങളിൽ ഒപ്പിടാൻ വലിയ സമ്മർദ്ദം അമേരിക്ക നടത്തുന്നത്. ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം എന്താണ് യുക്രൈന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തീരുമാനം എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അവ്യക്തത നിലനിർത്തിക്കൊണ്ടാണ് ഈ സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നത്. നമുക്കറിയാം, യുക്രൈനെ യുദ്ധമുഖത്ത് ഇത്രയും നാൾ നിലനിർത്തുകയും റഷ്യയുമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം ആ രാഷ്ട്രത്തിൽ ഉണ്ടാക്കുകയും നിരവധി മനുഷ്യരുടെ ജീവനെടുക്കുകയും അവരെ കുടിയേറ്റക്കാരാക്കുകയും ഒക്കെ ചെയ്തത് അമേരിക്കയുടേതുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായമാണ്. അവരുടെ പിന്തുണയിലാണ് ഇവർ യുദ്ധം ചെയ്തു വന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിയറവ് വെക്കണം എന്ന് ഇപ്പോൾ ആ രാഷ്ട്രത്തോട് അമേരിക്ക തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് നെഗറ്റീവായി പ്രതികരിച്ചാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന ഭീഷണി ഉൾപ്പെടെയുണ്ട്. അതായത് സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കും എന്ന ഒരു ഭീഷണിയാണ് ഉള്ളത്. നേരത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ സെലൻസ്കി താൻ യുക്രൈനെ വഞ്ചിക്കില്ല എന്നും മോസ്കോയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന ഈ പദ്ധതിക്ക് ബദൽ നിർദ്ദേശങ്ങൾ താൻ മുന്നോട്ട് വെക്കും എന്ന കാര്യവുമാണ് സൂചിപ്പിച്ചിരുന്നത്. സെലൻസ്കിയെ സംബന്ധിച്ച് ഒരു നോ പറയുക സാധ്യമല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതേസമയം യുക്രൈനെ വഞ്ചിക്കില്ല എന്ന ഒരു ഉറപ്പ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അവിടെ ഇനി എന്താണ് സെലൻസ്കി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇതിനൊരു ബദൽ നിർദ്ദേശം, ബദൽ പദ്ധതി ട്രംപിന് മുന്നിൽ വെക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതായത് യുക്രൈന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ബദൽ ട്രംപിന് മുന്നിൽ വെച്ച് വിലപേശൽ നടത്തുക, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചെങ്കിലും അതിൽ നേടിയെടുക്കുന്നതിലേക്ക്
ട്രംപിനെ കൊണ്ടുവരിക, ഒപ്പം റഷ്യയെ കൊണ്ടുവരിക എന്നതാണ് സെലൻസ്കി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഇത് വഞ്ചനയാണ് എന്ന് പറയുമ്പോഴും രാജ്യത്തെ വഞ്ചിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈവിടുന്നില്ല സെലൻസ്കി എന്നത് നമ്മൾ കാണണം. ഇതിനോട് സഹകരിക്കും എന്ന സന്ദേശം തന്നെയാണ് അമേരിക്കയ്ക്ക് സെലൻസ്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബദൽ നിർദ്ദേശം മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സെലൻസ്കി എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് തങ്ങളുടെ ആവശ്യങ്ങൾ ചിലത് പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശമായിരിക്കും. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് സഖ്യരാഷ്ട്രങ്ങളുമായിട്ടുള്ള യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. അപ്പോൾ ആ രാഷ്ട്രങ്ങളിൽ ചില രാഷ്ട്രങ്ങളുടെ പിന്തുണ സെലൻസ്കിയെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. ഫ്രാൻസിന്റെയും മറ്റുമൊക്കെ പിന്തുണ സെലൻസ്കിക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി തേടിക്കൊണ്ട് ഒരു വിലപേശലിന് സെലൻസ്കി തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ട്രംപാണ് താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്ന വാശിയുള്ള വ്യക്തിയാണ്, കള്ളം പറയാൻ പോലും മടിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ ട്രംപ് എങ്ങനെ ബദൽ നിർദ്ദേശത്തെ കാണുന്നു, അതിന് വഴങ്ങുമോ എന്നതൊക്കെയോ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ എന്തായാലും ട്രംപിന്റെ സമീപനം ഭീഷണിയുടേതാണ്. ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. തായ്ലൻഡിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മെക്സിക്കോയുടെ ഫാത്തിമ ബോഷ്. 120 രാഷ്ട്രങ്ങൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഫാത്തിമ ഇപ്പോൾ കിരീടം ചൂടിയിരിക്കുന്നത്. ഫാത്തിമയെ സംബന്ധിച്ച് അത് പൊരുതി നേടിയ ഒരു ജയം കൂടിയാണ്. 25-കാരിയാണ് ഫാത്തിമ ബോഷ്. ബോഷിന്റെ വിജയത്തോടെ ആഗോള സൗന്ദര്യ മത്സരവേദിയിൽ മെക്സിക്കോ അവരുടെ ഒരു ശക്തമായ സാന്നിധ്യം തെളിയിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ വർഷം സെപ്റ്റംബറിൽ മിസ് യൂണിവേഴ്സ് മെക്സിക്കോ കിരീടം ബോഷ് നേടിയിരുന്നു. സംഘാടകരിൽ നിന്ന് പരസ്യമായ അപമാനം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഫാത്തിമയുടെ വിജയം എന്നതാണ് ഏറ്റവും ഇതിൽ നിർണായകമാകുന്നത്. അത് പൊരുതി നേടിയ ഒരു വിജയത്തിന്റെ തിളക്കം ഫാത്തിമയുടെ വിജയത്തിൽ ഉണ്ട്, ആ കിരീടത്തിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വ്യാഴാഴ്ച ബാങ്കോക്കിൽ നടന്ന മത്സരത്തിൽ തായ്ലൻഡിന്റെ വീണ പ്രവീണാർ സിംഗ് ആണ് ഒന്നാം റണ്ണറപ്പായത്. വെനസ്വേലയുടെ സ്റ്റെഫാനി അഡ്രിയാന രണ്ടാം റണ്ണറപ്പായി. ഇന്ത്യയുടെ മനിക വിശ്വകർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. 12 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ഫാത്തിമയുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്ന കാര്യമെന്ന് നോക്കിയാൽ മെക്സിക്കോയിലെ ഡബാസ്കോ സ്വദേശിയായ ബോഷ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. 6 വയസ്സുള്ളപ്പോൾ ഫാത്തിമയ്ക്ക് ഡിസ്ലെക്സിയ പിടിപെട്ടിരുന്നു. ADHD രോഗം ബാധിതയാണ്. ബാല്യകാലത്തെ ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഫാത്തിമ ഈ നേട്ടങ്ങൾ ഓരോന്നും കൈപ്പിടിയിൽ ഒതുക്കിയത്. തനിക്ക് ഈ പ്രതിസന്ധികളൊക്കെ കൂടുതൽ പ്രതിരോധശേഷി ഉളവാക്കാൻ സഹായിച്ചു എന്നതാണ് ഫാത്തിമ പറയുന്നത്. ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ പഠിച്ച ഫാത്തിമ ഇറ്റലിയിലേക്ക് പിന്നീട് താമസം മാറ്റുകയായിരുന്നു. 2018 മെക്സിക്കോയിലെ ടബാസ്കോയിൽ ഫ്ലോർ ഡി ഓറോ കിരീടം നേടിയതോടെയാണ് ഈ വിശ്വസുന്ദരി പട്ടത്തിലേക്കുള്ള യാത്ര ഫാത്തിമ തുടങ്ങിയത്. ഈ നവംബർ 4-ന് സാഷിംഗ് ചടങ്ങിനിടെ ചില നാടകീയ സംഭവങ്ങൾ കൂടി ഉണ്ടായി. ആ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം അതേ വേദിയിൽ തന്നെ ഫാത്തിമ അതിന് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകുന്നത് കാണാമായിരുന്നു. ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിയ ആ വേദിയിലേക്ക് വീണ്ടും ഫാത്തിമ എത്തിയിരുന്നു. തായ്ലൻഡ് മിസ് യൂണിവേഴ്സ് ഡയറക്ടറും അവതാരകനുമായ നവാത്ത് ഫാത്തിമയെ ഒറ്റപ്പെടുത്തി ശകാരിക്കുകയായിരുന്നു പരസ്യമായി. ഇത് മത്സരവേദിയിൽ ചില മോശം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. അവതാരകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം മിസ് മെക്സിക്കോ നാഷണൽ ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പേരിലായിരുന്നു ഈ ശകാരം ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫാത്തിമയെ വിഡ്ഢി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ നവാദ് സംസാരിച്ചത്. അപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ പോലും ഫാത്തിമയ്ക്ക് ആ ഘട്ടത്തിൽ വലിയ പിന്തുണ നൽകുകയുണ്ടായി. പക്ഷേ ഈ കുറ്റപ്പെടുത്തൽ വലിയ മോശമായാണ് പിന്നീട് ചിത്രീകരിക്കപ്പെട്ടത്. വേദി വിട്ടുപോകാൻ ഉൾപ്പെടെ ഫാത്തിമയോട് അയാൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച മറ്റ് മത്സരാർത്ഥികളും ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിന്റെ വീഡിയോ ഒക്കെ വൈറലായതോടെ ഫാത്തിമയ്ക്ക് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. പിന്നീട് ഇത് വലിയ വിവാദമായി മാറിയപ്പോൾ നവാത്ത് പരസ്യമായി ഇതിന് ക്ഷമാപണം നടത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിൽ മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പം വേദിയിൽ തിരിച്ചെത്തി വളരെ ശക്തയാണ് താൻ എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഫാത്തിമ അതിന് മറുപടി നൽകിയിരുന്നത്. അപ്പോൾ അത് അവരുടെ പോരാടുന്ന
ആ വ്യക്തിത്വത്തിന്റെ വലിയ പ്രകടനമായി തന്നെ അത് മാറുകയായിരുന്നു. എന്തായാലും 2024 വിജയ് ഉൾപ്പെടെ അന്ന് ഫാത്തിമയ്ക്കൊപ്പം എത്തിയിരുന്നു. അവർ വലിയ ഐക്യദാർഢ്യമാണ് ഫാത്തിമയ്ക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ വിശ്വ കിരീടപ്പട്ടം കൂടി നേടുമ്പോൾ അത് വലിയൊരു സന്ദേശമായി കൂടി മാറുകയാണ്. മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ ബോഷിന് സമ്മാന തുക എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 2 കോടി രൂപ സമ്മാന തുകയായിട്ട് കിട്ടും. 44 ലക്ഷം രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും. 2025 നവംബർ മാസത്തിലെ കണക്കനുസരിച്ച് ഫാത്തിമ ബോഷിന്റെ ഇതുവരെയുള്ള ആസ്തി ഏതാണ്ട് 40 കോടിയോളം രൂപ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കണക്കുകൾ പല മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇനിയും ഫാത്തിമയുടെ ബ്രാൻഡ് മൂല്യം ഉയരും. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ ലോകമാകമാനം വലിയ ആരാധകരുടെ വൃന്ദം സൃഷ്ടിക്കാനും ഫാത്തിമയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ കിരീടധാരണത്തിന് ശേഷം മാത്രം ഫാത്തിമ ബോഷിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം ഏതാണ്ട് 20 ലക്ഷമായി ഉയരുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വെറും ഒരു സൗന്ദര്യം മത്സരം എന്ന് കണ്ട് കളയേണ്ടതല്ല, അതിനപ്പുറമുള്ള പ്രാധാന്യമുണ്ട്. കാരണം ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പോലും മറികടന്നുകൊണ്ട്, ആ രോഗ സാഹചര്യങ്ങളെ പോലും മറികടന്നുകൊണ്ട്, അതിനെ പൊരുതി നേരിട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയ അനുഭവമാണ് ഫാത്തിമയ്ക്ക് നമുക്ക് മുന്നിൽ വെക്കാനുള്ളത്. അത് പ്രചോദനമായി തന്നെ ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഒരു വയ്യായികയൊക്കെ വന്നാൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്ക് പ്രചോദനമാകണം, അതിനെ മറികടക്കാൻ പ്രേരണയാകണം. അത്തരം ഒത്തിരി മനുഷ്യർ നമുക്ക് മുന്നിൽ ഇതിനോടകമുണ്ട്. അതിനൊപ്പം വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫാത്തിമ. അങ്ങനെ കാണാൻ പറ്റുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല, ഒരു ഷോ നടക്കുമ്പോൾ, ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ വ്യക്തിപരമായി അവഹേളിക്കപ്പെടുകയാണ് ഫാത്തിമ. അപ്പോൾ അവിടെ തളർന്നു വീഴുകയല്ല ഫാത്തിമ ചെയ്തത്. അതേ വേദിയിൽ തന്നെ ധീരയാണ് താനെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് മറുപടി നൽകുകയാണ് ചെയ്തത് ഫാത്തിമ. ഏറ്റവും ഒടുവിൽ ആ അവഹേളിച്ച വ്യക്തിക്ക് പരസ്യമായി മാപ്പ് പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ എത്ര വലിയ വിജയമാണ് അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എത്ര വലിയ സന്ദേശമാണ് അവർ നൽകുന്നത് എന്നത് ഓർക്കണം. ഏറ്റവും ഒടുവിൽ ആ മത്സരത്തിൽ വിശ്വസുന്ദരി പട്ടം നേടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അങ്ങനെ വിശ്വസുന്ദരി പട്ടം മെക്സിക്കോ സ്വന്തമാക്കുന്നു ഫാത്തിമ. അങ്ങനെ ഒരു വലിയ സന്ദേശം കൂടി ലോകത്തിന് കൈമാറും. ഇനി നമുക്ക് സായന യാത്ര കാണാം. നമ്മൾ ഇന്ന് ഒരു സായനത്തിൽ അല്പം വിശാലമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന അതിർത്തിയിലേക്കാണ് നമ്മളുടെ യാത്ര. അവിടെ ഒരു രുചിയിടമുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലെ റിച്ചു അച്ചായൻസ് എന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി അരുൺ മോഹനാണ്. അവിടെ രുചിയൂറും മത്സ്യവിഭവങ്ങൾ നമുക്ക് കിട്ടും. അത് ചിറ്റാറിൽ നിന്ന് അപ്പം പിടിക്കുന്ന മത്സ്യമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അരുൺ മോഹനോടൊപ്പം പോയി ഇപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. പിന്നീട് താല്പര്യമുള്ളവർക്ക് നേരിട്ടെത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ വൈകുന്നേരം കുശാലായി കഴിക്കണമെന്നുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരിടത്തിലേക്കാണ് നമ്മളുടെ യാത്ര. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാന അതിർത്തിയിലെ നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ചിറ്റാർ ഡാം. ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകൾ ഉപയോഗിച്ച് മത്സ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. റിച്ചു അച്ചായൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒന്നാന്തരം മീൻ വിഭവങ്ങളുണ്ട്. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് കണ്ടുവരാം. സ്ഥാപനത്തിൻ്റെ ഉടമയായ തോമസ് അച്ചായൻ നമ്മളോടൊപ്പം ഉണ്ട്. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് എപ്പോഴാണ്, എങ്ങനെയാണ് അതിൻ്റെ വിളിച്ചത്? 8 വർഷമായി ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട്. ഇത് 18ാമത്തെ വർഷം. അന്ന് ചെറിയ കടയായിരുന്നു. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. ഇപ്പോൾ അതിന് കുറച്ച് സീറ്റൊക്കെ വിപുലീകരിച്ച് 50-52 സീറ്റോളം ഉണ്ട്. ആളുകൾക്ക് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ വന്നാൽ ഞങ്ങൾ മീന് നോക്കി സെലക്ട് ചെയ്തതിന് അവരവർ സെലക്ട് ചെയ്യണം. പിന്നെ മീൻ വേണമെന്ന് പറഞ്ഞാൽ അത് മാത്രമേ റിച്ചു അച്ചായൻസിൻ്റെ ഉടമ കൂടിയായ നമ്മുടെ തങ്കമ്മ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മയാണ് ഇവിടുത്തെ പാചകങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് അമ്മയോട് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അമ്മ നമസ്കാരം.
എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം? കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഡെയിലി നല്ല ആളുണ്ട്. പിന്നെ ശനിയും ഞായറും നല്ല രീതിയിൽ ആളുണ്ട്. പ്രധാനമായിട്ടും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആൾക്കാർക്ക് ഏത് മീനാണ്? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്നാലും കൂടുതൽ പോകുന്നത് ഇവിടെ നട്ടർ എന്ന് പറയുന്ന മീനാണ്. അത് നല്ല രീതിയിൽ ഇവിടെ സെയിൽസ് ആകും. ഊണിന് എന്തൊക്കെയാണ് വിഭവങ്ങൾ? ഊണിന് വന്നിട്ട് തീയലുണ്ട്, തോരനുണ്ട്, രസമുണ്ട്, പുളിശ്ശേരിയുണ്ട്, മീൻകറിയുണ്ട്. நான் குலசேகரத்தில் வந்தோம். ஸோ பதிவு இങ്ങോട്ട് വരാറുണ്ട്. സോ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എപ്പോഴും മാസത്തിന് 2 ദിവസം ഇവിടെ വന്ന് പാർസൽ വാങ്ങാറുണ്ട്. ഇപ്പോൾ ഇവിടെ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇവിടുത്തെ രുചി നല്ല രുചിയാണ്. നല്ല മീനും നല്ല ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ മാസത്തിന് 2 ദിവസം അമ്മച്ചിയെ കൊണ്ട് മീൻ വാങ്ങിച്ചിട്ട് പോകും. എനിക്ക് ഇവിടുത്തെ ഭക്ഷണത്തിനേക്കാൾ അമ്മയുടെ അതിൻ്റെ ഒരു സ്നേഹമാണ്, സ്നേഹത്തിൽ തരുന്ന ആ ഒരു സംഭവം. അരിയെടുത്ത് പറയുമ്പോൾ അവർക്ക് വേറെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും വരണം എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് കഴിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. ഞാൻ തിരുവനന്തപുരം നെയ്യാർ ഡാമിനടുത്ത് കള്ളിക്കാടുന്ന. സ്ഥിരം വരാറുണ്ട്. അങ്ങനെ ഡെയിലി കസ്റ്റമർ അല്ല, ഫ്രീ ആകുമ്പോൾ മെൻ്റലി നമ്മുടെ സിറ്റുവേഷൻ എല്ലാം ഫ്രീ ആകുമ്പോൾ വരും. കാരണം 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 30 കിലോമീറ്റർ മീൻസ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോയാലും 200-250 അതിന് തന്നെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ഉണ്ട്. എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു ആഹാരം എന്ന നിലയ്ക്കാണ് ഇവിടെ വരുന്നത്. അവസരം റിലയബിളാണ്. ഞാൻ തിരുനെൽവേലിയാണ്. ഫുഡ് കൊള്ളാം സാർ. ഇതെല്ലാം മറ്റേ ഡാമിൻ്റെ ഫിഷാണ്. ഫ്രഷ് വാട്ടർ മീൻ ഫിഷ് തന്നെ നമ്മൾ ഓക്കെ തന്നെ. ஃப்ரெஷ் வாட்டர் மீனான நல்ல அது கூட என்னென்னா நம்ம போய் செலக்ட் பண்ணி அதுக்கப்புறம் சாப்பிட்றதுக்கு செலக்ட் பண்ணி கொடுத்தா போதும். அதுக்கப்புறம் தான் அவங்க குக் பண்ணி கொடுப்பாங்க. ஸோ ഫ്രഷാണ്, നോ ഐസ് അതുപോലെ ഇല്ല. നല്ല ഫ്രഷ് മീനാണ്, ടേസ്റ്റിയാണ്. അതുപോലെ ഭക്ഷണങ്ങൾ വിളമ്പുന്നതും കിഴങ്ങുണ്ട്, പിന്നെ തീയലുണ്ട്, പിന്നെ കാന്താരിയുണ്ട്, ചമ്മന്തിയുണ്ട്. പറഞ്ഞു കേട്ടതിനേക്കാൾ മനോഹരമാണ് വന്ന് കണ്ടപ്പോൾ. കഴിച്ചപ്പോൾ അതിഗംഭീരം. യാത്ര ഇതുവഴിയാണെങ്കിൽ കയറാൻ മറക്കണ്ട. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പാവങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നാണ് അരുൺ മോഹനോട് പറയാനുള്ളത്. ഈ സമയത്ത് ഇതൊക്കെ കണ്ടിരിക്കുന്നത് വലിയ വിഷമമാണ്. കരിമീനൊക്കെ ഇങ്ങനെ പൊരിക്കുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം മുറുവാണ്. എന്തായാലും അരുൺ മോഹൻ പരിചയപ്പെടുത്തിയ സ്ഥലം ഇനി അതിർത്തിയിൽ ആണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ നിരവധി പേർ എത്തുന്നതാണ്. അപ്പോൾ അതുവഴി പോകുമ്പോൾ അത് പരീക്ഷിക്കാൻ പ്രേക്ഷകർക്കൊരു അവസരമാണ്. അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നവർ അത് മിസ്സാക്കണ്ട എന്നതാണ് പറയാനുള്ളത്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇത്തരം കാഴ്ചകളുമായി വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. നമസ്കാരം.